ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റൈഡർ മാനിയാക് വ്ളോഗ്സ്. നമ്മളിന്നൊരു യാത്ര പോവാണ്. മാമലക്കണ്ടം എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മുടെ യാത്ര. ഞാനും നമ്മുടെ ചങ്ക് ബ്രോ ആഷിഖായിട്ടാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ഏകദേശം ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ നല്ല മഞ്ഞുള്ള കാലാവസ്ഥയാണ്, പക്ഷേ അതൊന്നും നമുക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. നല്ല ക്ലൈമറ്റിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒത്തിരി ലേറ്റായി, ഏകദേശം 8 മണിയോടുകൂടിയേ ഞങ്ങളവിടെ എത്തത്തുള്ളൂ. ഇപ്പോൾ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ ഏകദേശം എത്താറായി. ഇതാണ് ഞാൻ പറഞ്ഞ കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. അവിടുത്തെ ക്ലൈമറ്റൊക്കെ പോയതിന് ശേഷമാണ് ഞങ്ങൾ എത്തുന്നത്. അതിനുശേഷം ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയത്. അത് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ലാസ്റ്റ് എത്തിച്ചേർന്ന ഒരു കാട്ടിലാണ്. അങ്ങോട്ട് പിന്നെ റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്ന വഴി തന്നെ തിരിച്ചു. നല്ല ചൂട് സമയത്താണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാട്ടിലൂടെയുള്ള യാത്രയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒട്ടും തന്നെ ചൂടടിക്കുന്നില്ല. നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത് മാമലക്കണ്ടം ഫോറസ്റ്റിലേക്ക് ഞങ്ങൾ കയറി. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന ഫോറസ്റ്റ്. പക്ഷെ ഞങ്ങൾ പോയിട്ട് ഒരു ആനകളെ പോലും കാണാനിടയായില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുട്ടമ്പുഴ വഴി പൂയംകുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ കാടാണ്, വളരെ മനോഹരമാണ്. കാട്ടിലെ ആ ഒരു തണുപ്പും ആ ഒരു കാടിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പൂയംകുട്ടി എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുലിമുരുകൻ ഷൂട്ടിങ്ങിലൊക്കെ കാണിക്കുന്ന ആ ഒരു പാലം. സത്യത്തിൽ പൂയംകുട്ടി എന്നാണ് ഈ പാലത്തിൻ്റെ പേര്. നമ്മൾ ആ സിനിമയിൽ കാണുന്നത് പുലിയൂരെന്നാണ്. പൂയംകുട്ടി പാലം കയറി അക്കരെ പോകണമെന്നൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ അതൊന്നും നടന്നില്ല. കോവിഡ് ടൈം ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ആരെയും കയറ്റി വിടുന്നില്ലായിരുന്നു. അവിടെ കൂടുതലും ആദിവാസികളാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് പുറത്തുനിന്നുള്ള ആളുകളിൽ നിന്ന് രോഗമുണ്ടാകാതിരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി ഉൾക്കാട്ടിലേക്കൊക്കെ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഈ കോവിഡ് സമയം കഴിഞ്ഞിട്ടായിരിക്കാം അതിനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരികയാണ്. പൂയംകുട്ടിയിൽ നിന്ന് തിരിച്ച് മാമലക്കണ്ടം വഴി തന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അതിൻ്റെ ഉൾക്കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. ഇതിൽ ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ടാവും. വരും വീഡിയോകളിലൊക്കെ അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ ഒരുപാട് വീഡിയോകളുമായി ഇനിയും ഞാൻ വരും. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.